ഒരു വെള്ള പൂച്ച അവിടെ അങ്ങനെ നിൽപ്പുണ്ടോ നോക്കേ. എവിടെ? അവിടെ അതവിടെ നിൽപ്പുണ്ട്. എന്തെടുക്ക? ആ പിറകു പിറക്കി ചുറ്റും കറക്കി കിടപ്പുണ്ട്. ഓ, കറങ്ങി കിടപ്പുണ്ടോ? ഇഷ്ടം. നീ അങ്ങോട്ട് പോവാ? ഞാൻ പറമ്പിലേക്ക്. എടാ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ എന്നെ ഒന്ന് പുറത്തോട്ടിറക്ക. ഇതിനകത്തിരുന്ന് മടുത്ത്. മക്കളോട് പറഞ്ഞാൽ മതി. രണ്ടു മാസം കൂടുമ്പോഴൊക്കെ അച്ഛൻ വരാറുള്ളു. കറക്റ്റായിട്ട് അപ്പം തന്നെ പ്രോഗ്രസ് കാർഡും മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓരോന്നും പറഞ്ഞ് വെറുത്ത് ചെയ്ത ലഭിക്കില്ല പുള്ളി. ഞാൻ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് മൂപ്പരായാലൊന്നും ഇടപെടാറില്ല. പിന്നെ ആകെ നിർബന്ധിച്ച് ജയിക്കുന്നത് കൊല്ലത്തിൽ 1 വർഷം ശബരിമല കയറ്റും. അതാണല്ലേ ഇവിടെ എല്ലാ കൊല്ലവും അരവണയപ്പോ കിട്ടാറുണ്ടോ? അതായിരിക്കും. ആ ശശിയേട്ടൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ട്രിപ്പ് പോയ ഫോട്ടോ ഉണ്ടെന്ന്. അത് സമ്മർ വെക്കേഷനിൽ എങ്ങോട്ടെങ്കിലും പോകാറുണ്ട്. നിങ്ങൾ പോകാറില്ലേ? ഇവിടെ ട്രിപ്പ് പോകണം വേണ്ടൊന്നും എല്ലാവർക്കും. പിന്നെ ആകെ ഔട്ട് ഓഫ് കേരള പോയേക്കണ ഞാനാണ്. പണ്ട് സ്കൂളിൽ പഠിക്കണ കാലത്തെ ഒരു വട്ടം കൊടക് പോയിട്ടുണ്ട്. പിന്നെ 2-3 കോളേജിലായിട്ട് ഒരു 3 വട്ടം പിന്നെയും കൊടക് പോയിട്ടുണ്ട്. പിന്നെ കൊടക് അത്രേ പോയിട്ടുണ്ട്. തുടങ്ങി. നീ വേണം പുറത്തേക്ക് ഇറങ്ങിയേക്കോ, പറഞ്ഞാലും മനസ്സിലാവില്ല ഇതിനൊന്നും. കോളേജിലെ അഡ്മിഷൻ നേരത്ത് അച്ഛനാണ് വന്നിരുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചപ്പോ എൻ്റെ ഉണ്ടായില്ല. എന്നിട്ട് അച്ഛൻ്റെ ചെറിയായിട്ടൊന്ന് ഉറപ്പിച്ചപ്പോ തന്നെ പുള്ളി പേടിച്ചിന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തു. എനിക്ക് ഉറപ്പാണ് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫോട്ടോന് പോസ്റ്റ് കൊടുത്തിട്ടില്ല. എന്നിട്ട് കാര്യം ചോദിച്ചപ്പോ പുള്ളി എന്നെ ഫോട്ടോനാക്കി ട്രാക്ക് വാങ്ങിച്ചാ. ഇത് ഞാനാ. എന്റെ കോളേജ് ഐഡിയിൽ ഈ ഫോട്ടോ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ ട്രിപ്പ് ആയി കളഞ്ഞാ. എടാ എന്നാലും എൻ്റെ ഇടയിൽ നിന്റെ ഫോട്ടോ ആണല്ലോ കുറച്ച് സപ്ലൈ ഒക്കെ ചെയ്തണ്ടായി. അപ്പൊ അതങ്ങോട്ട് എഴുതിയെടുക്ക പറ്റില്ലല്ലേ? കുഴപ്പമില്ല. ഇവിടെ വന്നേ. നീ എന്തിനാ അവനെ കൊണ്ട് പുറത്തിറങ്ങിയത്? അല്ല ഗോപേട്ട നോക്കിയിട്ട് കണ്ടില്ല, അപ്പൊ ഹെൽപ്പിന്. അപ്പൊ അവനെ കൊണ്ട് അങ്ങ് ഇറങ്ങിയേക്കണോ അല്ലേ? ആരെങ്കിലും കണ്ടാ എന്തായനെ? അല്ല അതിനാരും കണ്ടിട്ടില്ല ജി. ഓ, കണ്ടവരൊക്കെ നിന്നോട് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഇവിടെ ഒരു നോട്ട് കിട്ടിയാൽ മതി, നാട്ടുകാർക്ക് അറിയാലോ. എന്താ ജി? ഇവന്മാർ രണ്ടും കൂടെ പുറത്തിറങ്ങിയിട്ടാണ് കമ്പനി കൂടുതൽ. ഇവിടെ അകത്തൊന്നും സ്ഥലമില്ലാത്ത പോലെ. ചേച്ചി നോക്കാം, ഞാൻ പറഞ്ഞോളാം. എന്താണത്? 10-24 വയസ്സായില്ലേ? ഇവിടെ ഞങ്ങൾ ഈ പറയണ എന്താന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കായില്ലേ? ഗോപേട്ട അതിനവിടെ നിന്ന് ആരും കാണൂലെന്ന്. അല്ല ഇപ്പൊ കണ്ടാത്ത പ്രശ്നം. നിങ്ങൾ എന്തിനാ നാട്ടുകാരെ പേടിക്കണേ? എടാ, നീ നിന്റെ കാര്യം മാത്രം നോക്കി നടക്കണമെന്ന് നിനക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണോ? ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ തലയിടുന്നുണ്ട്. അവർ തിരിച്ചും തലയിടുന്നുള്ള നല്ല പേടി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അകത്തിരുന്ന് സംസാരിച്ചോ, എത്ര വേണം സംസാരിച്ചോ. നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല മോനെ, അവസ്ഥയാണ്.